ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ല ഫിഷ് മോളീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ടുകൊടുത്ത് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കുറച്ച് വിനീഗറും ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഇതൊരു അരമണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒരു പാനിൽ വെളിച്ചെണ്ണയും ഗോൾഡ് വിന്നറും ഒഴിച്ച് അത് ചൂടായതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ കഷ്ണങ്ങളൊക്കെ നിരത്തി ഇട്ട് കൊടുത്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. നന്നായിട്ട് മുരിയിച്ചെടുക്കേണ്ട, ഷാലോ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ബാക്കി നമ്മൾ കറിയിൽ ഇടുമ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. പിന്നെ ഇതെല്ലാം പൊരിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതെല്ലാം കോരി മാറ്റി വെക്കുക. പിന്നെ അതേ സെയിം എണ്ണയിലേക്ക് തന്നെ ഒരു 2 പീസ് പട്ട, 2 പീസ് ഗ്രാമ്പൂ, 2 പീസ് ഏലക്ക ഇട്ട് കൊടുത്ത് അതെല്ലാം പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പിലയും അതേപോലെ തന്നെ പച്ചമുളകും ഇട്ട് കൊടുത്ത് നല്ലോണം മൂപ്പിച്ചെടുക്കുക. നല്ലോണം മൂത്ത് വന്നതിന് ശേഷം 2 സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇടുക. പിന്നെ നമ്മൾ പൊടികളായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ 2ാം പാൽ, തേങ്ങേൻ്റെ അരമുറി തേങ്ങേൻ്റെ പാലെടുത്തിട്ടുള്ള 2ാം പാൽ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത് അത് നല്ലോണം തിളച്ചതിന് ശേഷം നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള മീൻ അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ മൂടി വെച്ച് കുറച്ച് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ തക്കാളി, നമ്മൾ ഒരു തക്കാളി വട്ടത്തിൽ മുറിച്ചെടുത്ത് അത് നിരത്തി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് നമ്മൾ തേങ്ങേൻ്റെ 1ാം പാലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ജസ്റ്റ് ഒന്ന് തള വന്നതിന് ശേഷം നമ്മളെടുത്ത് മാറ്റി വെക്കുക. പിന്നെ ലാസ്റ്റ് നമ്മൾ ഗാർണിഷിന് വേണ്ടിയിട്ട് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുകയാണ്. മല്ലിച്ചപ്പിൻ്റെ ടേസ്റ്റ് വന്നാൽ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ഫിഷ് മോളീൻ്റെ റെസിപ്പി. അപ്പോൾ നിങ്ങളെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു.